പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയുടെ തുടർച്ചയാണ്. അതായത് നമ്മൾ ക്രിസ്ത്യാനികളിവിടെ ഭാരതത്തിൽ ഈ ഭാരതീയരല്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു മതമോ മതാനുയായികളോ ഉണ്ടാകരുത്, മതവിശ്വാസികളോ ഉണ്ടാകരുത് എന്നൊക്കെയുള്ള ഒരു വിധ ദുഷ്ട ബുദ്ധികൾ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെ വളരെ പലയിടങ്ങളിൽ, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും കേരളത്തിലും തന്നെ നടത്തുന്നുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനികളുടെ നേരെ ആക്രമണങ്ങൾ, ക്രിസ്ത്യാനികൾ ദൈവാലയത്തിൽ വരെ കയറി ആക്രമണം നടത്തുന്ന ഹീനവും നിന്ദ്യവും ആയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഹിന്ദു മതവാദികൾ, തീവ്രവാദികളെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അവർ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതിനിവിടെ കേരളത്തിലും അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് തന്നെ കേരളത്തിലും വരുന്നു. അതിനുള്ള പ്രസ്താവനകളും അങ്ങനെ പലരുടെ ഭാഗത്തു നിന്നും അതിനുള്ള ഉപദേശങ്ങളും ഒക്കെ അതിന് ഊക്കവും ആക്കവും ഒക്കെ കൂട്ടി അങ്ങനെ അവരും ജ്വലിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം 2-3 വീഡിയോകളിൽ അദ്ദേഹം പല ഭോഷത്വങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പം അത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് മറ്റ് ഹൈന്ദവ സഹോദരങ്ങൾ അവർ തീർത്തും മനുഷ്യരാണ്, അല്ല മതത്തിൻ്റെ പേരിലല്ല മനുഷ്യരെ അവർ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ളവർ കുറേ പേര് ഉണ്ടല്ലോ, നമ്മൾക്ക് വലിയൊരു വിഭാഗം തന്നെ, കുറേ പേരെ അല്ലാതെ മാറിയിട്ടുള്ളൂ. വലിയൊരു വിഭാഗം, അതിൻ്റെ 90% മനുഷ്യ സ്നേഹികളാണ്, മനുഷ്യർ തന്നെയാണ്. അവർ ഈശ്വര ചിന്തയിൽ തന്നെ കഴിയുന്നവരാണ്. ഈശ്വരനാണ് സൃഷ്ടാവ് എന്ന് അവർ വിശ്വസിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ അത് ഞാനിത് നേരത്തെ അത് വ്യക്തമാക്കിയിരുന്നു ആമുഖമായിട്ട്, എങ്കിലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അവരുടെ ക്രൂര മനോഭാവം ഓരോരുത്തരിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ, എഴുത്തുകൾ, ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സമൂഹ മാധ്യമങ്ങളിലിടുന്ന കാര്യങ്ങൾ, കമൻറ്റുകളും ഒക്കെ. അപ്പോൾ അതൊക്കെ തെറ്റാണ്. ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഉദ്ദേശം ആദ്യം ക്രിസ്ത്യാനികളെയും സൈലൻ്റാക്കി മൗനമാക്കി വെച്ചിട്ട് അവരെ സഹായിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാക്കുക, അവരുടെ രക്ഷയാണ് അവരുടെയും പ്രധാന വിഷയം എന്നൊക്കെ ബോധ്യപ്പെടുത്തി, അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക, തോന്നൽ മനുഷ്യരുടെ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ. എന്നിട്ട് മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക ഇവിടുന്ന്, ഭാരതത്തിൽ നിന്ന്. ഇതായിരുന്നു ലക്ഷ്യം. അങ്ങനെ വന്നിട്ട് മുസ്ലിങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനികൾ ആരെയും എതിർക്കത്തില്ലല്ലോ, അവിടുന്ന് പോരാടാനും ഒന്നുമില്ല. പിന്നെ ഇതുപോലെ ഞങ്ങൾക്ക് പറയാം, പ്രതിഷേധിക്കാം, ഇതേ ഉള്ളൂ. ഞങ്ങളുടെ ദൈവം അനുവദിച്ചിട്ടുള്ളത് ഇത് മാത്രമാണ്. ആരെയും നിന്ദിക്കാനും അപമാനിക്കാനും പോരിനിറങ്ങാനും ഒന്നും ശത്രുതയോടെ കാണാനും പാടില്ല എന്നാണ്. ഇങ്ങനെയുള്ള ശത്രുത ചെയ്യുന്നവരെ, ദുഷ്ടരെയൊക്കെ ഞങ്ങളും സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സ് മാറി, നല്ല മനസ്സ്, അവരുടെ മനുഷ്യ മനസ്സ്, കിരാത മനസ്സുകളൊക്കെ മാറി സംസ്കാരപൂർണമായ ഒരു മനസ്സ് ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അതാണ് ഞങ്ങളുടെ നാഥനും രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു കാര്യമുണ്ട്. ക്രിസ്തുമസ് ചരിത്രം ഒക്കെ വളരെ, അത് ഒരു ചരിത്ര വിരുദ്ധമാണ്. അത് ചരിത്രത്തിൽ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ചരിത്രം അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ചരിത്ര വസ്തുതയാണ്, ചരിത്രമാണ്,
അത് ലോകം മുഴുവനും അംഗീകരിച്ചിട്ടുള്ളതാണ്. ക്രിസ്ത്യാനികളല്ല അംഗീകരിച്ചിട്ടുള്ളത്, ചരിത്രം എഴുതിയിട്ടുള്ളത് ക്രിസ്ത്യാനികളല്ല. ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് അന്ന് ക്രിസ്തു വിരോധികളായിട്ടിരുന്ന റോമൻ അധികാരത്തിലെ അധികാരികളുടെ ചരിത്ര രചയിതാക്കളാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, യഹൂദരുടെയും, അല്ലാതെ ക്രിസ്ത്യാനികളല്ല. പിന്നെ അറിവില്ലായ്മ കൂടുതൽ ഇങ്ങനെ വെളിയിൽ വരുമല്ലോ, പറയാനുള്ള ഒന്നുമില്ല, അവർക്ക് അറിവില്ല, ബോധമില്ല അദ്ദേഹത്തിന്, അതുകൊണ്ടാണ്. അപ്പം അദ്ദേഹം പറയുന്നത് ക്രിസ്തുമസ് 25-ാം തീയതി ആണ് ക്രിസ്തു ജനിച്ചതെന്ന് എങ്ങനെ പറയാൻ കഴിയും? അങ്ങനെ പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും പലയിടത്തും പല വിധത്തിലാണ് ആഘോഷിക്കുന്ന, പല ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന്, അവിശ്വസനീയമാണ്, ഇത് പറയുന്നത് ശരിയല്ലെന്നാണ്. ഞങ്ങളും പറഞ്ഞിട്ടില്ല, ഞങ്ങളും പഠിപ്പിക്കുന്ന ഇതാണ്. പ്രിയപ്പെട്ട ഗോപിനാഥൻ നായരെ, ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ് ക്രിസ്തു ഡിസംബർ 25-ന് ജനിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ഇല്ല. പിന്നെ അദ്ദേഹം പറയുന്നതാണ്, അത് റോമൻ സാമ്രാജ്യത്തിലെ റോമിലെ അവരുടെ സീസർ ഭരണാധികാരികളുടെ ആരാധനാപാത്രമാണ് സൂര്യദേവനാണ് വിജയി, എപ്പോഴും എല്ലാത്തിലും വിജയിക്കുന്നത്. മനുഷ്യർക്ക് സൂര്യൻ്റെ ചൂടും വെളിച്ചവുമാണ് മനുഷ്യ നിലനിൽപ്പിന് തന്നെ ആധാരം എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവർ സൂര്യദേവനെ കൂടുതൽ അവർ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. അവരും രാജാക്കന്മാരും അവരുടെ മക്കളും സീസറുടെ മക്കളും ഒക്കെ തന്നെ, അധികാരികളെല്ലാം തന്നെ യുദ്ധത്തിന് ജയിക്കുന്നതും എല്ലാം ആ സൂര്യദേവൻ്റെ കടാക്ഷം കൊണ്ടാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് അവർ ആഘോഷിച്ചിരുന്നു. അത് ഡിസംബർ 25 അതുതന്നെ ഞങ്ങളും എടുക്കും. കാരണം യഥാർത്ഥ നീതി സൂര്യൻ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നീതി സൂര്യനായ യേശു ക്രിസ്തുവിന് അന്ന് യഥാർത്ഥ സൂര്യനായ യേശു ക്രിസ്തുവിനെ ആ ദിവസം എടുക്കാം ആഘോഷിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇത് ഉറപ്പിച്ചത്. അപ്പോൾ അത് ഡിസംബർ 25 എന്നുള്ളത് സൂര്യനെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. യേശു ക്രിസ്തു ആണ് ദൈവം തന്നെയാണ് യേശു ക്രിസ്തു സൃഷ്ടിച്ചതാണ്. അപ്പോൾ ദൈവം സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം വരും, യഹോവ. അപ്പോൾ അതിൽ അങ്ങനെ സൃഷ്ടവസ്തുക്കളെയല്ല അത് സൂര്യനായിട്ട് ആരാധിക്കേണ്ടുന്നത്, അതിൻ്റെ സൃഷ്ടാവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. മരണത്തെ ജയിച്ചു, യുദ്ധത്തിൽ പിശാചുമായിട്ടുള്ള യുദ്ധത്തിൽ പാപത്തെ അഥവാ മരണത്തെ, ആത്മാവിൻ്റെ മരണത്തെ ജയിച്ച ഒരേ ആൾ യേശു ക്രിസ്തു മാത്രമാണ്. അല്ലാതെ ഒരിടത്തും ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു മതസ്ഥാപകരോ ആരെങ്കിലും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ അവർക്ക് കഴിയത്തില്ല, കാരണം അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അത് യേശു ക്രിസ്തു മാത്രമാണ്. അങ്ങനെ യുദ്ധം ജയിച്ച നീതി സൂര്യനായ യേശു ക്രിസ്തുവിന് ആ ദിവസം ഏറ്റവും ഉചിതമാണ്. അതുകൊണ്ട് അത് ആഘോഷിക്കാൻ തുടങ്ങി. ഇനി പല ദിക്കുകളിലുള്ള രാജ്യങ്ങൾ അവരുടെ സംസ്കാരത്തിനനുസരിച്ച് അതിൻ്റെ ദിവസങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്, അവരുടെ ആചാരങ്ങൾക്കും സംസ്കാരത്തിനനുസരിച്ച്. അത് പല വിധത്തിലുള്ള ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ തൊട്ട് കഴിഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ക്രിസ്മസിനെ പറ്റി. 2 ദിവസം ഇങ്ങനെയാണോ നമ്മുടെ ക്രിസ്മസ് എന്നൊക്കെ ചോദിച്ച് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഈ ഗോപിനാഥൻ നായർ ഒരു കാര്യം ശ്രദ്ധിക്കണം, താങ്കളും താങ്കളുടെ കൂട്ടാളികളും ഒക്കെ ചെയ്യേണ്ടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ട് ധാരാളമായിട്ട് ഇങ്ങനെയുള്ള അറിവുകൾ ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ബൈബിളിനെ പറ്റി 1 മണിക്കൂർ വീതമുള്ള 14 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ആഗമനത്തോടു കൂടിയ പിറവിയോടനുബന്ധിച്ചുള്ള സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമ്പത്തികമായ മതപരമായ ചുറ്റുപാടുകൾ, അന്നത്തെ അതിൻ്റെ ഇഫക്റ്റുകളൊക്കെ ഞാൻ അതുകൊണ്ട് ഒരു 6 7 വീഡിയോകൾ ഞാൻ ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കണം. ഇതുപോലുള്ള പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ടിട്ട് വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പം കുറച്ചുകൂടെ അറിവ് ലഭിക്കും. അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിനൊരു വ്യക്തത വരുത്തി നിങ്ങൾക്ക് പറയാൻ കഴിയും. ആരോപണമായാലും എന്തോ ആയാലും, ഗുണമായാലും ദോഷമായാലും. അപ്പം നിങ്ങൾക്ക് ഉപോത്ബലകമായ കാര്യങ്ങളൊക്കെ അങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാം. അപ്പോൾ സാധിക്കും. അപ്പോൾ അതിന് കുറച്ചൊക്കെ ശരിയെന്ന് തോന്നും.
ശരിയാണെന്നുള്ളത്. അപ്പോൾ അല്ലാതെ ഒന്നും പറയരുത്. അപ്പം ക്രിസ്മസിനെ പറ്റി ഇങ്ങനെയാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞിരുന്നത് ജെറമിയ ക്രിസ്മസ് ട്രീയുടെ കാര്യം പറഞ്ഞപ്പോൾ ജെറമിയ പ്രവാചകൻ്റെ 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കാരണം മനസ്സിൽ തിന്മ നിരൂപിക്കാതെ നന്മ മാത്രമായിട്ടുള്ള ആ മനസ്സിൻ്റെ ഫ്രെയിമിനകത്ത് വേറൊന്നും കാണരുത്. നന്മ മാത്രം, ഈശ്വര സ്നേഹം, ഈശ്വര ചിന്ത മാത്രമേ കാണാവൂ. അപ്പോഴേ ബൈബിൾ വചനങ്ങൾ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. മറ്റ് മതഗ്രന്ഥങ്ങളെപ്പോലെ അല്ല ബൈബിൾ വചനം. അത് ദൈവവചനം തന്നെയാണ്. ദൈവം തന്നെയാണ് മനുഷ്യരെ കൊണ്ടത് ചെയ്യിച്ചത്. അതുകൊണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കട്ടിയാണ്. അതുകൊണ്ട് മനസ്സാദ്യം ഒന്ന് ശരിയാക്കുക, ക്ലിയറാക്കുക, നന്മ കൊണ്ട് നിറയ്ക്കുക, ഈശ്വര ചിന്ത കൊണ്ട് നിറയ്ക്കുക. നിങ്ങൾ വിചാരിക്കുന്നതല്ല ഈശ്വര ചിന്ത. അത് നിങ്ങൾ ഈശ്വര ചിന്ത എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതും ഇനി പറഞ്ഞു തരാനുള്ള സമയങ്ങളൊന്നുമില്ല. അതൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒന്ന് പറഞ്ഞത് നക്ഷത്രവും ആ നക്ഷത്രത്തെ കണ്ടു വന്ന ജ്ഞാനികളെന്ന് പറയുന്നത് ജ്ഞാനികൾ അഥവാ രാജാക്കന്മാർ, 3 രാജാക്കന്മാർ അന്നത്തെ പൗരസ്യ ദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് രാജാക്കന്മാരായിരുന്നവർ ജ്ഞാനികളായിരുന്നു. അവർ കൂടുതലും ജ്യോതിശാസ്ത്രത്തിൽ അഗ്രഗണ്യരായിരുന്നു. അങ്ങനെയുള്ള രാജാക്കന്മാരായിട്ടൊക്കെ അവർ വാണിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 3 പേരാണ് അവർ വന്നിരുന്നത്. ജ്ഞാനികളെന്നും രാജാക്കന്മാരെന്നും പറയും. പല സംസ്കാരത്തിലും അങ്ങനെയാണ് പറയാറുള്ളത്. അതുകൊണ്ട് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് ഭാരതത്തിൽ നിന്നാണെന്നും കൂടി പറയുന്നുണ്ട്. കാരണം അവർ കാഴ്ചവെച്ച അതിന് തെളിവുകളൊന്നുമില്ല. കാഴ്ചവെച്ച ദ്രവ്യങ്ങൾ പൊന്ന്, മീറ, കുന്തിരിക്കം. മീറ ഔഷധത്തിന് വേണ്ടി ഔഷധമാണ്. മനുഷ്യരുടെ എല്ലാവിധമായ രോഗങ്ങൾക്കുമൊക്കെ ശമനത്തിനുമൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിസ്തരിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചാണ്, ഇത് അപഗ്രഹിച്ചാണ് പറയുന്നത്. ഒന്ന് ഭാരതത്തിൽ നിന്നുള്ള ആളായിരുന്നു, രാജാവായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ഭാരത സാമ്രാജ്യമൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഇവിടെ അഫ്ഗാനിസ്ഥാൻ വരെയാണ്. അഫ്ഗാനിസ്ഥാനും അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. അതിൻ്റെ ഏതായത് 90% ബർമ വരെ, വടക്ക് തിബറ്റ് ഉൾപ്പെടെ ഇങ്ങോട്ട് ഭാരത സാമ്രാജ്യം ആയിരുന്നു എന്നും കൂടി മനസ്സിലാക്കുക. പിന്നെ ഹിന്ദുക്കുഷ് പർവ്വതത്തിന് കിഴക്ക് തെക്ക് ഉള്ള ഭാഗങ്ങളൊക്കെയാണ് ഹിന്ദു രാജ്യം എന്ന് പറയുന്നത്. അത് ഹിന്ദു സമുദായമോ മതമോ കാര്യങ്ങളൊന്നുമല്ല. അത് അവിടുത്തെ പഴയ ഭാഷകളിൽ ഹിന്ദു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ അതൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ പറയാൻ. അപ്പോൾ അങ്ങനെ ജ്യോതിശാസ്ത്രജ്ഞർ നക്ഷത്രത്തെ കണ്ടു. ഇവർ 3 പേരും 3 ദേശങ്ങൾ, 3 രാജ്യങ്ങളാണ്, 3 ദിക്കിലാണ്. അപ്പോൾ അവർ കണ്ടു, അവർക്കത് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവർ ഇതൊക്കെ പഠിക്കുമായിരുന്നു, ജ്യോതിശാസ്ത്രത്തിലുണ്ടാകുന്ന പ്രതിഭാസങ്ങളൊക്കെ. അപ്പോഴവർക്ക് മനസ്സിലായി ഒരു എന്തോ മഹത് കാര്യം സംഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ അതന്വേഷിച്ച് കണ്ടുപിടിക്കാൻ തന്നെ ഇറങ്ങി. ദൈവമാണ് അവരെ നയിച്ചതെന്ന് കൂടി മനസ്സിലാക്കണം. ദൈവത്തിന് കഴിയാത്തതായിട്ട് ലോകത്ത് യാതൊരു കാര്യങ്ങൾ ലോകത്തോ എവിടെയോ ആയാലും ഈ സൃഷ്ട പ്രപഞ്ചങ്ങളിൽ ഒന്നിലും തന്നെ സ്വർഗത്തിലായാലും ദൈവത്തിന് കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല. എല്ലാം ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ഈ നക്ഷത്രം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതും ദൈവം തന്നെയാണ് അവരെ നയിക്കുന്നതിന് വേണ്ടി. എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്ത് നിങ്ങൾ ചോദിക്കുക. അതിനും കൂടെ ഞാൻ ഒരു ഉത്തരം പറയാം. വിശ്വാസികൾക്കും കൂടെ അവർക്കും അതൊരു സഹായകമായിരിക്കും, കേട്ടിട്ടില്ലാത്തവർക്ക്. അത് കാരണം ക്രിസ്തു അവൻ രക്ഷകനാണ്, രാജാവാണ്. അതുകൊണ്ടാണ് അവർ ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലെത്തി അവർ അന്വേഷിച്ചത്. ഇതെവിടെയാണ് രക്ഷകനാണ്, രാജാവാണ് വരുന്നത്, ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന രാജാവാണ്, ഭരിക്കേണ്ടുന്ന രാജാവാണ് അവൻ. ഏത് ആത്മാവിനെയാണ്, ആത്മീയ ജീവിതത്തെയാണ് പറയുന്നത്, അല്ലാതെ ലോകത്തിൻ്റെ ലൗകികമായ ലോകത്തെ, പ്രപഞ്ചത്തെ അല്ല. പ്രപഞ്ചത്തെ എന്ന് പറയാൻ, പ്രപഞ്ചത്തെ മുഴുവനും ഭരിക്കുന്നത് ദൈവം തന്നെയാണ്, യേശു തന്നെയാണ്, യേശു ക്രിസ്തു തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. ആരും മറ്റൊന്നും വാദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ ഹെറോദേസിൻ്റെ കൊട്ടാരത്തിൽ കയറിയത്. ഹെറോദേസിൻ്റെ കൊട്ടാരവും
ബെത്ലഹേമുമായിട്ട് വളരെ ദൂരമുണ്ട്. അപ്പോൾ ഈ 3 ദിക്കുകളിലുള്ളവരെ അവിടെ ദൈവം ആകർഷിച്ചു, ഈ നക്ഷത്രം മുഖേന ആകർഷിച്ചു. അവർ ഒരിടത്ത് എത്തിച്ചേർന്നു കൊട്ടാരത്തിൽ. ഈ സംഭവം അപ്പോഴവർക്ക് മനസ്സിലായി, അവരുടെ മുൻപിലൂടെ ഈ നക്ഷത്രം സഞ്ചരിക്കുകയും കൂടി ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ കാര്യമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, അവർക്ക് വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലായി. അത് ലോകത്തെ അറിയിക്കണം. അതിനുവേണ്ടി അവർ നീങ്ങി ഹെറോദേസിൻ്റെ കൊട്ടാരത്തിൽ വന്നു. അവിടെ കയറി അന്വേഷിക്കാമല്ലോ എന്ന് അവർ വിചാരിച്ചു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൊട്ടാരത്തിലല്ലേ അന്വേഷിച്ചത്. അപ്പോൾ ശാസ്ത്രിമാരെയും ശാസ്ത്രജ്ഞരെയും എല്ലാം വിളിച്ചു കൂട്ടി പ്രവാചക ഗ്രന്ഥങ്ങളിലുമൊക്കെ എടുത്തു. ഇത് എവിടെയാണ് ഇങ്ങനൊരു രക്ഷകൻ ജനിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള വലിയ ഒരു രാജാവിൽ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്ന രാജാവ്. കാരണം ഹെറോദേസ് രാജാവാണ്. അപ്പം അത് അത്രയും വലിയൊരു രാജാവ് റോമൻ പ്രീണനത്തിൽ റോമാക്കാരെ പ്രീണിപ്പിച്ച് രാജപദവി നേടിയ ആളാണ്. അപ്പോഴങ്ങനെ സാമന്ത രാജാവ് അങ്ങനെ നേടിയതാണ്. അപ്പോൾ വേറൊരു രാജാവ് ഉണ്ടാകുന്നെങ്കിൽ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തൻ്റെ ഗതി എന്തായി തീരും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം. അപ്പോൾ അവിടെ കയറി അപ്പോൾ എല്ലാം പരിശോധിച്ചപ്പോൾ അത് ബെത്ലഹേമിലാണ് ജനിക്കുന്നതെന്ന് അറിഞ്ഞു. ബെത്ലഹേം ആയപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അവർ അവിടെ കയറി ബെത്ലഹേമിലേക്ക് പോവുകയും ചെയ്തു. നക്ഷത്രം അവരുടെ മുന്നിലൂടെ വീണ്ടും നീങ്ങി പുൽക്കൂട്ടിൻ്റെ അടുത്തെത്തി. അവിടെ നിന്നു. അവിടെ അവർ കണ്ടു. അവർ ആരാധിച്ചു. കൊണ്ടുവന്ന നേർച്ചകളൊക്കെ അവിടെ സമർപ്പിച്ചു. അവർക്ക് ദർശനമുണ്ടായി. മറ്റൊരു വഴിയെ ഹെറോദേസിൻ്റെ അടുത്ത് മടങ്ങി പോകേണ്ട, മറ്റൊരു വഴിയെ പോകാനായിട്ട് ദർശനമുണ്ടായി. അങ്ങനെ പോയി. ഇതാണല്ലോ അദ്ദേഹത്തിൻ്റെ സംശയം. പുൽക്കൂട്ടിലെങ്ങനെ നക്ഷത്രം അവൻ്റെ മുകളിൽ എങ്ങനെ പോയി ചെന്ന് നിന്നു, കൊട്ടാരത്തിൽ പോയിരുന്നത് എങ്ങനെയും സഹിക്കാം, അവിടെ എങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ. അപ്പം ദൈവത്തിൻ്റെ അല്പമൊക്കെ നമ്മൾ ഹൃദയമൊക്കെ ശുദ്ധിയാക്കണം കേട്ടോ. അപ്പോൾ എങ്കിലേ അതൊക്കെ മനസ്സിലാകത്തുള്ളൂ. പിന്നെ കൂടുതൽ അതിനെ വിസ്തരിക്കുന്നില്ല. വീഡിയോകളൊക്കെ എൻ്റെ ഇതിന് മുൻപുള്ള വീഡിയോകൾ പലരും ചെയ്യുന്നുണ്ട്, അത് കാണുക. ഇനി അടുത്തത് കുരിശ്. ക്രിസ്ത്യാനികൾ കുരിശ് ഒന്നും ക്രിസ്ത്യാനികളെ അല്ല, റോമൻ സാമ്രാജ്യത്തിലാണ്. റോമൻ സാമ്രാജ്യത്തിൽ കുരിശ് എന്തുവെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദോഷങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ടോട്ടൽ പണിഷ്മെൻ്റാണ് അവിടുത്തെ കുരിശ് മരണം. അത് യേശു ക്രിസ്തു ആ കുരിശിൽ മരിച്ചുകൊണ്ട് ഈ ടോട്ടൽ പണിഷ്മെൻറ്റ് മനുഷ്യവർഗത്തിന് വേണ്ടി ഉള്ളത് അദ്ദേഹം ഏറ്റെടുത്തു. യേശു ക്രിസ്തു ഏറ്റെടുത്ത് അവിടുന്ന് കുരിശിൽ മരിച്ചു. കുരിശിൽ മനുഷ്യവർഗത്തിന് പകരമായിട്ടാണ്. ഇനി ഒരു മനുഷ്യനും ഈ രീതിയിൽ മരിക്കേണ്ടി വരരുത്, അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടരുത്, അങ്ങനെ അവൻ ക്ലേശിക്കേണ്ടി വരരുത് എന്നുള്ളതിനാൽ അവിടുന്ന് ഏറ്റെടുത്ത് അവിടുന്ന് കുരിശുമരണം നിർവഹിച്ചു. താൻ സ്വയം ബലിയായി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും മറ്റുള്ളവർ കൊന്നതല്ലയെന്ന്. ഇയാൾ പറയുന്ന ഇവ തല്ലി കൊന്നതാന്ന്. ശരിയാണ്. ആ മരണം അവിടുന്ന് സ്വീകരിച്ചു. എന്താ രക്ഷപ്പെട്ടുകൂടായിരുന്നു ദൈവത്തിന്? രക്ഷപ്പെടാം. പക്ഷേ അതിനല്ലായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. അത് മനസ്സിലാക്കണം. ദൈവത്തിന് എല്ലാ മനുഷ്യരെയും രക്ഷപ്പെടുത്തണം, അവരുടെ ആത്മാവിനെ രക്ഷപ്പെടുത്തണം, ആത്മശാന്തി, എല്ലാവർക്കും ആത്മസൗഖ്യമുണ്ടാകണം. അതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഈ കുരിശ് അങ്ങനെ ലോകരക്ഷകനായ ക്രിസ്തു സർവ്വജനതകൾക്കും വേണ്ടിയാണ്. അല്ല ക്രിസ്ത്യാനികൾക്ക് യഹൂദർക്കും ആർക്കും വേണ്ടി ഇന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമല്ല മരിച്ചത്. ഏതൊരു ലോകത്ത് ഉണ്ടായതും ഉണ്ടായിരുന്നതുമായ സർവ്വ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. അപ്പോൾ ആ കുരിശ് അതുകൊണ്ട് നിന്ദ്യമായത്, വെറുക്കപ്പെട്ടത്, അറപ്പുണ്ടാക്കിയിരുന്നത്, ഭയമായിരുന്നത്, കടുത്ത ഭയമായിരുന്നു കുരിശെന്ന് പറയുന്നത്. കുരിശിൽ മരിക്കുന്നവരെ ആരും നോക്കത്തില്ല, അടക്കത്തില്ല, ഒന്നുമില്ല. കഴുകനും മറ്റ് ജീവികളും തിന്ന് അതിനെ ആ മനുഷ്യരെ തീർക്കത്തതയുള്ളായിരുന്നു. അതുകൊണ്ട് ഏറ്റവും ഭയവുമായിരുന്നു അത്. അങ്ങനെ അപ്പോൾ യേശുക്രിസ്തു അതിൽ മരിച്ചതുകൊണ്ട്, അത് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായതുകൊണ്ട്, തീർന്നതുകൊണ്ട് അത് നിന്ദ്യത മാറി, അത് പുണ്യമായി മാറി, പുണ്യവസ്തുവായിട്ട് മാറി. അതും കൂടെ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ സാത്താൻ്റെ ശക്തിയായ ലോകത്തെയും അതായത് പാപബന്ധങ്ങളെയൊക്കെ ജയിച്ചു. ഇനി ഇദ്ദേഹം പറയുന്നത്
ക്രിസ്ത്യാനികളൊക്കെ ആരംഭഘട്ടത്തിൽ ക്രിസ്തുമതം വന്നപ്പോൾ എല്ലാവരെയും കൊന്നൊടുക്കി, യഹൂദരെ എല്ലാവരെയും കൊന്നൊടുക്കിയിട്ടാണ് ക്രിസ്തുമതം പ്രചരിച്ചതെന്ന്. പ്രിയപ്പെട്ട ഗോപിനാഥൻ നായരെ, ക്രിസ്ത്യാനികൾ ഒരിടത്തും ആരെയും കൊന്ന ചരിത്രമില്ല, ആരും പറയത്തില്ല. യഹൂദരെ കൊന്നിട്ടുണ്ടെന്ന് ഇദ്ദേഹം അല്ലാതെ, ഇദ്ദേഹത്തിന് ഇതൊക്കെ അല്പജ്ഞാനങ്ങളൊക്കെ വിളമ്പി തന്നവരാരെങ്കിലും അല്ലാതെ വേറെ ഒരു മനുഷ്യരും പറയത്തില്ല ക്രിസ്ത്യാനികളെ യഹൂദരെ കൊന്നെന്ന്. യഹൂദർ പറയത്തില്ല, ഒരൊറ്റ യഹൂദനും പറയത്തില്ല. അപ്പം മറിച്ച് യഹൂദന് വേണ്ടി ക്രിസ്ത്യാനികൾ ഹിറ്റ്ലറിൻ്റെ കാലത്ത് മരിച്ചിട്ടുണ്ട്. യഹൂദന് വേണ്ടി, യഹൂദരെ രക്ഷിക്കാൻ വേണ്ടി അവരെ ഒളിപ്പിച്ചിരുത്തിയിട്ട് അവർക്ക് പകരമായിട്ട് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ, വിഡ്ഢിത്തങ്ങളൊന്നും പറഞ്ഞ് സ്വയം വിഡ്ഢിയാകല്ലേ, ഫൂളാകരുതേ. പിന്നെ അടുത്തത് അദ്ദേഹം പറയുന്നത് അപ്പോൾ ക്രിസ്തു മതത്തിലെ കാരണം എന്താണ്? ക്രിസ്ത്യാനിക്ക് ആരെയും കൊല്ലാൻ പറ്റത്തില്ല, നിങ്ങളെപ്പോലും ഞങ്ങൾക്ക് വെറുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ഞങ്ങളുടെ മിത്രമാണ്, കാരണം സകലരെയും സ്നേഹിക്കണമെന്നാണ്. ശത്രുവിനെ, കഴുത്ത് വെട്ടാൻ വരുന്നവരെയും സ്നേഹിക്കണമെന്ന്, അവന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണമെന്ന് ആ സമയത്ത്. അങ്ങനെ എല്ലാവരും ചെയ്തിട്ടുള്ള ചരിത്രം ക്രിസ്തീയ ചരിത്രം അങ്ങനെയുള്ള ഒരു ചരിത്രമാണ്. ഇതൊക്കെ പഠിച്ച മഹാരഥന്മാരെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഗാന്ധിജിയൊക്കെ, അവർക്കൊക്കെ ആ ചിന്ത വന്നത് ഇതുകൊണ്ടാണ്, ബൈബിൾ പഠിച്ചതുകൊണ്ടാണ്. അപ്പം ആർക്കും അത് പറ്റത്തില്ല. കാരണം എന്താ? ക്രിസ്തു മതം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മതമാണ്, സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്, പ്രകാശമാണ്. അവിടെ അന്ധകാരത്തിന്, പാപത്തിന്, നിന്ദയ്ക്കും ഒന്നും അവിടെ വിലയില്ല, അവിടെ അതിനൊന്നും സാങ്കത്യമില്ല. അത് മനസ്സിലാക്കണം. ഇനി യഹൂദരെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അങ്ങനെ യഹൂദരെ ആരും കൊന്നിട്ടില്ല. പിന്നെ ഇദ്ദേഹം പറയുന്നത് കുരിശ് യുദ്ധമാണ്. കുരിശ് യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാം, അത് അങ്ങനെ അന്ന് കൊന്നില്ലയോ എന്ന്. ഗോപിനാഥൻ നായരെ, നമ്മുടെ രാജ്യങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ എത്രയോ പേര് നമ്മളെ ഉപയോഗിക്കുക, ഓരോ പ്രാവശ്യവും നമ്മുടെ ഭാരതത്തിൽ തന്നെ എത്രയോ പേരെ കൊന്നു പോയിട്ടുണ്ട്, എത്രയോ പേര് മരിച്ചിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അത് നിങ്ങൾ അവർ കൊന്നതാണെന്ന് പറയുമോ? ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും എല്ലാവരും കൂടെ ചേർന്ന് കൊന്നതാണെന്ന് പറയുമോ? അവരെയൊക്കെ പാകിസ്ഥാനികളൊക്കെ അല്ല, അവരെ ആക്രമിക്കാൻ വന്നപ്പോൾ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തു. അതുപോലെയല്ല ഈ കുരിശുയുദ്ധം ഉണ്ടായത്. കുരിശുയുദ്ധം ഉണ്ടായെന്ന് പറഞ്ഞാൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, ഇസ്ലാം മതം ആദ്യം ആവിർഭവിച്ചപ്പോൾ അവർ ക്രമേണ തുർക്കിയും എല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചു. അവിടുത്തെ ജനങ്ങളെ അവരെ സ്വീകരിപ്പിച്ചു. ഇസ്ലാം മതം ആരും സ്വീകരിച്ചിട്ടില്ല, സ്വീകരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ക്രമേണ യൂറോപ്പും എല്ലാം ആക്രമിച്ച് കീഴടക്കി. കിഴക്കൻ യൂറോപ്പുകൾ എല്ലാം തന്നെ അവർ കീഴടക്കി, അവരുടെ സ്വന്തമാക്കി. അങ്ങനെ മതം പ്രചരിപ്പിച്ചു. ക്രൂരതകൾ ഒരുപാടുണ്ടായി. അപ്പോൾ കാരണം ക്രിസ്തു രാജാക്കന്മാർ, ജനങ്ങൾ ഒന്നും ഇതിനെ എതിർക്കാനായിട്ട് തുനിഞ്ഞില്ല. അവരതിനു വേണ്ടി സംഘടിതരായിരുന്നില്ല. രഹസ്യമായിട്ടുള്ള പെട്ടെന്നുള്ള മിന്നലാക്രമണമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ക്രമേണ വർഷങ്ങൾ പോയപ്പോൾ മോചിപ്പിക്കണം. അവർ വിശുദ്ധ സ്ഥലങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്നു, ദൈവാലയങ്ങൾ നശിപ്പിക്കുന്നു, ആരാധനയ്ക്ക് അനുവദിക്കത്തില്ല, ക്രിസ്ത്യാനികളെ കണ്ടാൽ കൊല്ലുക, എല്ലാവരും ഒളിച്ച് താമസിക്കുന്നു. അപ്പോഴങ്ങനെ വന്നപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇറങ്ങിയതാണ് കുരിശ്. കാരണം കർത്താവായ യേശു ക്രിസ്തു കുരിശ് വഴിയാണ് മനുഷ്യനെ രക്ഷിച്ചത്, ആ കുരിശ് മരണത്തിലൂടെ. അപ്പോൾ ആ പ്രതീകം അടയാളമാക്കി യുദ്ധം ചെയ്തു അവരിൽ നിന്ന് രാജ്യങ്ങളെയെല്ലാം മോചിപ്പിച്ചു, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം. അതിനാണ് കുരിശ് യുദ്ധം എന്ന് പറയുന്നത്. അല്ലാതെ ആരെയും കൊല്ലാൻ വേണ്ടിയൊന്നും ചെയ്തില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിഞ്ഞു, ചരിത്രങ്ങളൊക്കെ കുറേയൊക്കെ ഒന്ന് പഠിക്കണം. ഈ ചരിത്രത്തിൽ ഉണ്ട്, ഇതല്ലാതെ ക്രിസ്ത്യാനികളുടെ ചരിത്രമൊന്നും മാത്രമല്ല നമ്മൾ പഠിക്കുന്ന ചരിത്രത്തിലുമുണ്ട്. പിന്നെ അത് കുറച്ചൊക്കെ വളച്ചൊടിച്ച് മറ്റുള്ളവർ പഠിപ്പിക്കുന്നവർ പറയും. ഞാൻ പഠിച്ചപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം പ്രൊഫസറായിരുന്നു കേരള സർവകലാശാലയിൽ. അദ്ദേഹത്തിന് ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം അത് ഒരുപാട് വളച്ചൊടിച്ച് കുറച്ച് ഭീകരമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ പറയും. കാരണം ആ കുരിശ് യുദ്ധം ചെയ്തവരാണ് ക്രിസ്ത്യാനികളായിരുന്നു തെറ്റുകാരെന്നുള്ളത്, അല്ല അവരിങ്ങനെ ചെയ്തതാണ് എന്നുള്ളത് അവർ പറയത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ തെറ്റ് ധാരണ വരാം. ക്രിസ്ത്യാനികൾക്കൊന്നും പറയുമ്പോൾ ഹിറ്റ്ലർ ക്രിസ്ത്യാനിയല്ല, കാർൾ മാർക്സ് ക്രിസ്ത്യാനിയല്ല, കാർൾ മാർക്സ് യഹൂദനാണ്. കാരണം ഏറ്റവും ഒരു വലിയ തിന്മയായിട്ടാണ് കമ്മ്യൂണിസത്തെ നമുക്ക് ഇന്ന് വരെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഏറ്റവും വലിയ തിന്മയാണ്. കാരണം മതം എന്ന് കേട്ടാൽ അവർ പറഞ്ഞു ആരെങ്കിലും മിണ്ടിപ്പോയെങ്കിൽ അവനെ കൊന്നു കളയണമെന്നാണ്. അപ്പോൾ ഹിറ്റ്ലർ, പിന്നെ കാർൾ മാർക്സ്, മുസോളിനി, ലെനിന്, സ്റ്റാലിന്, ക്രൂഷ്ചേവ് ഇവരാരും ക്രിസ്ത്യാനികളല്ല. ക്രിസ്ത്യൻ
മാതാപിതാക്കൾക്ക് ജനിച്ചതാണ് കാൾ മാർക്സ് ഒഴികെ അയാൾ യഹൂദനായിരുന്നു. അപ്പോൾ അങ്ങനെ മാതാപിതാക്കൾക്ക് ജനിച്ചെന്നും പറഞ്ഞ് അവരുടെ സന്താനങ്ങളാണെന്നും പറഞ്ഞ് ഇവരാരും ക്രിസ്ത്യാനികളല്ല. അവർ ഏതാണ്ട് അല്പം ഒരു പ്രായമായപ്പം തന്നെ അവർ മതങ്ങളെല്ലാം ഉപേക്ഷിച്ചു. അവർ ക്രിസ്തു മതം ഉപേക്ഷിച്ച് നിരീശ്വരരായിട്ട് വളർന്നവരാണ്. പിന്നെ അവരുടെ പ്രവർത്തനങ്ങളൊന്നും ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, സമയമില്ല നമ്മൾക്ക്. ഇനിയും വേറെ ഒന്ന്, അപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളൊന്നും കൊണ്ട് ഇങ്ങനെ ക്രിസ്ത്യാനികളല്ലാത്തവർ ഇങ്ങനെ പറയരുത്. ഇനി അതൊക്കെ പഠിക്കണം. ഇനി അടുത്തത് ഗലീലിയോയും പിന്നെ ഇൻക്വിസിഷനെ, അത് ഇനി വേറൊരു പേര് ഏതാണ്ട് പോലെയാണ് പറഞ്ഞത്, അദ്ദേഹം അതിലെഴുതിയിരുന്നത്. ഇൻക്വിസിഷൻ എന്നാണ് ശരിയായിട്ടുള്ള വാക്ക്. അപ്പം ഗലീലിയോയെ പീഡിപ്പിച്ചവന് ഗലീലിയോ കത്തോലിക്കനായിരുന്നു. അദ്ദേഹം ആ മരണം വരെയും കത്തോലിക്കർക്ക് കീഴടങ്ങി. ഗലീലിയോ ആരും കൊന്നില്ല. അദ്ദേഹം 16 വർഷം തടവിലായിരുന്നു, വീട്ടു തടങ്കലിലായിരുന്നു. വീട് വിട്ട് വെളിയോട്ട് പോകാൻ പാടില്ല. കാരണം ഇനിയും പിന്നെ അടുത്തത് അദ്ദേഹത്തെ തെറ്റ് മനസ്സിലാക്കി തെറ്റിന് അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു 16 വർഷം കഴിയുമ്പോൾ. പിന്നെ അദ്ദേഹം മരിച്ചു. വീട്ടു തടങ്കലായിരുന്നു, അതിൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ കൊണ്ട്. ഇനിയും ഇൻക്വിസിഷൻ എന്ന് പറയുന്നത് മതനിന്ദ ആരോപിക്കുന്നത്, മതത്തിനെതിരായിട്ട് പഠിപ്പിക്കുന്നത് ഒക്കെ തെറ്റാണെന്ന് ഇന്നിപ്പം മുസ്ലിം സഹോദരങ്ങൾ തീവ്രവാദികളൊക്കെ പറയുമല്ലോ, നിങ്ങളും പറയുമല്ലോ. അതുപോലെ ഒക്കെ ഉണ്ടായിരുന്ന അന്നൊരു കാലഘട്ടം സ്പെയിനിലും മറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വിചാരണ ചെയ്ത് കൊല്ലുക എന്നുള്ളതായിരുന്നു. ഇൻക്വിസിഷൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കുറച്ച് പേരെയൊക്കെ. അപ്പോൾ ഇതിന് പറയാനുള്ള കാരണം എന്തുകൊണ്ട് ഇങ്ങനെ വരാൻ, അന്ന് ദൈവശാസ്ത്രം ഇത്രയും വികസിച്ചിട്ടില്ല, സയൻസ് പോലും അത്രയും വികസിച്ചിട്ടില്ല, വികസിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോഴാണ് നിങ്ങൾ ബൈബിളിൽ അന്ധമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ബൈബിളിൽ ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവർ വിശ്വസിച്ചിരുന്നത് ബൈബിള് അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശാസ്ത്രത്തിലുള്ള സകലതും ബൈബിളിലുള്ളതാണ്, ബൈബിളിലുണ്ട്. ശാസ്ത്രജ്ഞന്മാർ പലരും പറയുന്നുണ്ട്, ആണയിട്ട് പറയുന്നുണ്ട്, പൊതുവിൽ അവർ പ്രസ്താവിക്കുന്നുണ്ട്, ബൈബിളിൽ നിന്നാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയതെന്നൊക്കെ. എല്ലാ കാര്യങ്ങളും, എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാം തന്നെ. അപ്പോൾ അന്ന് പക്ഷേ ഉള്ള ദൈവശാസ്ത്രം ഇത്രയും വികസിച്ചിട്ടില്ല, മനസ്സിലാകാൻ പ്രയാസമുണ്ടായിരുന്നു. ബൈബിളായാലും ശാസ്ത്രത്തെ പോലെ തന്നെയാണ്. അങ്ങനെ വികസിച്ചിട്ടില്ലാത്ത കാലത്ത് അജ്ഞത കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു. അത് അന്ന് മുതൽ ഇന്ന് വരെയും ഈ ഞങ്ങളുടെ തലവൻ എന്ന് പറയുന്നത്, മതതലവൻ ഈ പോപ്പ്, മാർപ്പാപ്പ എന്ന് പറയും. പാപ്പ അന്ന് മുതൽ ഉണ്ടാകുന്നവരെല്ലാം ക്ഷമ ചോദിക്കുന്നുണ്ട്. സർവ്വജനങ്ങൾ ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ വന്നു. മനുഷ്യരല്ലേ, നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ ഈ നാട്ടിലൊക്കെ ഉള്ള മത നേതാക്കൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നു, എന്തെല്ലാം തിന്മകൾ ലോകം മുഴുവനും പോയി. ഇന്ന് ഇപ്പം എന്താണ്ട് ക്രിസ്തീയ രാജ്യങ്ങളിലൊക്കെ പോയി എന്നറിയപ്പെടുന്ന രാജ്യങ്ങളൊക്കെ പോയി നിങ്ങളുടെ മതം പ്രചരിപ്പിക്കുന്നു, അവിടെ അമ്പലം പണിയുന്നു, അവിടെ വസ്തുക്കൾ സ്വത്തുക്കളെല്ലാം കരസ്ഥമാക്കുന്നു, പണം ധാരാളമായിട്ട് അവരെ മതത്തിൽ ചേർത്ത് സമ്പാദിക്കുന്നു. ഞങ്ങൾ അവിടെ ക്രിസ്ത്യാനികൾ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? അവിടുത്തെ ഗവൺമെൻറ്റുകൾ എതിർക്കുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അവർ ചെയ്യട്ടെ, അവരുടെ ഇഷ്ടം, അതാണ്. ഞങ്ങൾക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവിടെ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഭരണഘടനയിലുണ്ട്. ഇന്ന് ഈ അടുത്ത കാലം ഒരു 10-25 വർഷം മുൻപ് വരെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അത് സ്വാതന്ത്ര്യമില്ല വന്ന ഈ 10 വർഷം കൊണ്ടാണ്. അതൊന്നും പറയുന്നതിൽ ഞങ്ങൾക്കാർക്കും ഒരു മടിയുമില്ല. ഉള്ളത് സത്യസന്ധതയാണ്, വാസ്തവമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ പോയി അങ്ങനെ ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് അംഗീകരിച്ചോണം. അപ്പോൾ അവിടെ നിന്ന് ഈ പണം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു സാധുവിനെ ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? അവരുടെ സാമ്പത്തിക ഒന്ന് രക്ഷപ്പെടുത്താൻ ഇവിടെ ഞങ്ങളങ്ങനെയല്ല. ക്രിസ്ത്യാനികളും മിഷണറിമാരും ഈ വൈദികരും ഇന്ന് ഇപ്പം കന്യാസ്ത്രീകൾ ഇവരൊക്കെ ചെയ്യുന്ന അവരുടെ സ്വത്തുക്കൾ മുഴുവനും, അവരുടെ അധ്വാനം മുഴുവനും, അവരുടെ സമയം മുഴുവനും, ആരോഗ്യം മുഴുവനും ഈ പാവങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ മനുഷ്യരല്ലെന്ന് പറയുന്ന പാവങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചാണ്. ഒരു പൈസ അവരുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല. അറിയാമോ? ഇതൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിൽ നന്മ കൊണ്ട് നിറയണം, ഈശ്വര ചിന്ത നിറയണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നിർബന്ധിത മതപരിവർത്തനം ക്രിസ്ത്യാനിക്ക് പറ്റത്തില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ഇതാണ്, നിർബന്ധിത മതപരിവർത്തനമാണ് ഞങ്ങൾ എതിർക്കുന്നതെന്ന് അവസാനം ഉരുണ്ട് കളിക്കുന്ന രീതിയിൽ. അങ്ങനെയൊന്നും അല്ല. ഇവിടെ നിർബന്ധിത മതപരിവർത്തനം ഒരു ക്രിസ്ത്യാനിക്ക് പറ്റത്തില്ല.
ചിലപ്പോൾ പെന്തിക്കോസ് വിഭാഗങ്ങൾ അറിവില്ലാത്തവർ ചിലരൊക്കെ പോയി സുവിശേഷം അങ്ങനെയൊക്കെ വടക്കേന്ത്യയിലൊക്കെ പോയി ചെയ്യുന്നുണ്ട്. അവർക്കും അജ്ഞത മൂലമാണ്. ഒരു ക്രിസ്ത്യാനികളോ അതിൻ്റെ അവരുടെ നേതൃത്വമൊന്നും അംഗീകരിക്കത്തില്ല അത്. കാരണം മതത്തെ പറ്റി ശരിയായിട്ടുള്ള ബോധം വേണം, ദൈവത്തെപ്പറ്റി ശരിയായിട്ടുള്ള ബോധം വേണം, ജ്ഞാനം വേണം, ഉണ്ടായിട്ടേ അവന് രണ്ടാം ജന്മം എടുക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാം ജന്മം ദ്വിജനാണ് ക്രിസ്ത്യാനി. അവൻ രണ്ടാം ജന്മം എടുക്കുന്നത് ഈ ബോധം ഉണ്ടായിട്ടാണ്. പിന്നെയാണ് മാമോദീസ സ്വീകരിച്ച് ശാരീരിക സ്നാനപ്പെട്ട് ക്രിസ്ത്യാനിയാകുന്നത്. അങ്ങനെ ഒരുത്തരെ പ്രത്യേകിച്ച് പിടിച്ച് കയറ്റി അങ്ങനെ നിർത്തി ക്രിസ്ത്യാനിയാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ലോകം മുഴുവൻ ഭരിച്ചിരുന്നതാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം. അവിടെ ആരെയെങ്കിലും അവിടെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിച്ചിട്ട് ഒറ്റ ഒരുത്തരം പറയാമോ? ഇവിടെ ഒന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ എത്ര പേര് ജോലി ചെയ്യുന്നു ഇപ്പോഴും? എത്രയോ പേര് പഠിക്കുന്ന, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ പഠിച്ചിറങ്ങിയതാണ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ എല്ലായിടത്തുമായിട്ട്. എന്നിട്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? അങ്ങനെ കാണും. നിങ്ങൾ എത്രയോ ഹൈന്ദവരും മുസ്ലിങ്ങളും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചു കഴിഞ്ഞു, അവർക്ക് ഉന്നത നിലകളിലെത്തിയിരിക്കുന്നു. ആരെങ്കിലും ഒന്ന് പറയാമോ? പറയാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. നിർബന്ധിത മതപരിവർത്തനം നിങ്ങളാണ് ചെയ്യുന്നത്. മതമില്ലാതിരുന്നവരെ നിങ്ങളെ മതത്തിലോട്ട് ചേർക്കാനായിട്ട് ഇപ്പം മനുഷ്യരെല്ലാം തള്ളിക്കളഞ്ഞിരുന്നവരെ ഇപ്പം നിങ്ങൾ മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ വന്നിരിക്കും. കാരണം എന്താ? അസൂയയും കുശുമ്പും അവർ രക്ഷപ്പെടരുത്, അവർക്ക് ജ്ഞാന വെളിച്ചം ഉണ്ടാകരുത് എന്നും പറഞ്ഞു. എന്നിട്ട് മതം മാറി അങ്ങനെ ക്രിസ്തുമതം സ്വീകരിച്ചവരെ നിങ്ങൾ എന്ത് ചെയ്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിക്കുന്നു. അപ്പോൾ നിങ്ങളല്ലേ കുറ്റക്കാരൻ, നിങ്ങളെയല്ലേ ശിക്ഷിക്കേണ്ടുന്നത്. എന്നിട്ട് ഇവിടുത്തെ സർക്കാരും കോടതികളും ജഡ്ജിമാരും അത് ചെയ്യുന്നില്ല. അത് ചെയ്യാൻ നിങ്ങളെ പേടിച്ച്. അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ പേടിയില്ല. അതായത് ബുദ്ധമതമോ സിഖ് മതമോ സ്വീകരിച്ചാൽ നിങ്ങൾ അവരെ ആരെയും ഒന്നും ചെയ്യത്തില്ല. കാരണം അവരെ എതിർക്കും. അത് സ്വീകരിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ക്രിസ്തുമതം സ്വീകരിക്കരുത്. പോട്ടെ, നന്മകളെല്ലാം സ്വീകരിച്ച ക്രിസ്തുമതത്തിൽ നിന്നാണ് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് ഓർമ്മ വേണം, നിങ്ങൾ ഇന്നത്തെ നന്മകളെല്ലാം സ്വീകരിച്ചത് ക്രിസ്തുമതത്തിൽ നിന്നാണ്. എല്ലാം സ്വീകരിച്ചിട്ട് നന്ദികേടും നെറികേട്, അല്പം പോലും മര്യാദയില്ലാത്ത അന്തസ്സും ആഭിജാത്യമില്ലായ്മ കാണിക്കുന്നത്, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഹൈന്ദവ ഭീകരതയും ഇസ്ലാം ഭീകരതയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ക്രൈസ്തവർക്ക് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്നത് ഭീകരരാണ്. ആ മുസ്ലിങ്ങൾ സർവ്വ മനുഷ്യരെക്കാളും എത്രയോ സ്നേഹസമ്പന്നരാണ് അവർ, മറ്റുള്ളവരെ സഹായിക്കും. എനിക്കിപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് കണ്ടു, ഞാൻ നേരിട്ട് കണ്ടു, കണ്ട് അവരെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, എല്ലാവരും തള്ളിക്കളഞ്ഞ്. അതായത് ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ രക്ഷിച്ച കഥ. അപ്പം ഞാൻ അതിപ്പം പറയാം, ഞങ്ങളടുത്ത് ഇവിടെ നടന്നതാണ്. അപ്പോൾ അത് പോട്ടെ, അത് സഹായിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ അതിന് മുൻകൈ എടുത്തവരാണ്. അതൊരു മുസ്ലിം സ്ത്രീ. നിങ്ങളൊക്കെ എന്നിട്ട് ഒരു ഹിന്ദുക്കളും അങ്ങനെ ഉണ്ട്, നല്ല മനുഷ്യർ. ഇപ്പോൾ എത്രയോ നല്ല മനുഷ്യർ, അവരെയൊക്കെ നിങ്ങൾ ഇല്ലാതാക്കരുത്. നിങ്ങൾ കുറച്ച് പേര് മുഖാന്തരം അവരും കൂടെ മോശക്കാരാകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ശരിയായിട്ടുള്ള അറിവുണ്ടായി ഇതിനെയൊക്കെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി ആക്ഷേപിക്കുകയും നിന്ദിക്കുകയൊന്നുമല്ല. അത് മനസ്സിലാക്കി നമ്മളതിനെ പാടെ തള്ളിക്കളയുക, അവഗണിക്കുക, പുച്ഛത്തോടുകൂടി അവഗണിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവരും ജാതി മത വ്യത്യാസം എല്ലാവരും ഒരു കുടുംബമായിട്ട് ഒരൊറ്റ സമൂഹമായിട്ട് നമുക്കിവിടെ പഴയതുപോലെ ജീവിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുതു സംവിധാനം, പഴയതുള്ള ആ സംവിധാനം നമുക്ക് ഈ പുതുവർഷത്തിൽ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ, ശക്തിയായിട്ടുണ്ടാകട്ടെ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ.